പഞ്ചസാര ചേർത്തിട്ടില്ല, പക്ഷെ നല്ല മധുരമുണ്ട്. ചോക്കോ എനർജി ഡ്രിങ്ക്. ചോക്ലേറ്റ് ചേർക്കാതെ എങ്ങനെ നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറിൽ ഒരു സ്മൂത്തി അല്ലെങ്കിൽ ഒരു ഷേക്ക് ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അത് നല്ല പഴുത്ത് നേന്ത്രപ്പഴം ഇങ്ങോട്ട് എടുക്കുക. അത് നമുക്ക് ആവശ്യത്തിന് മിക്സഡ് ജാറിൽ ഇതുപോലെ ഇങ്ങോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിനായിട്ട് നമുക്ക് ഈത്തപ്പഴം. അപ്പോൾ ഈത്തപ്പഴം നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ അത് സോഫ്റ്റായി കിട്ടും. അത് കുരു കളഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ ഡയറക്റ്റായിട്ട് കുരു കളഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ബൂസ്റ്റ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് 2 സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കോഫി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1 ഗ്ലാസ്സിന് 1 പഴം എന്നുള്ള നിലക്ക് നിങ്ങൾ എടുക്കുക കേട്ടോ. അതുപോലെ മീഡിയം തിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 1 ഗ്ലാസ്സിന് പകുതി പഴം എന്ന നിലക്ക് എടുത്താൽ മതി കേട്ടോ. നല്ല കട്ടിക്ക് പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആകാം കേട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ചോക്ലേറ്റ് ചേർക്കാതെ, ചോക്ലേറ്റ് ഫ്ലേവറിൽ പഞ്ചസാര ചേർക്കാതെ നല്ല മധുരത്തിലുള്ള നല്ല അടിപൊളി എനർജി ഡ്രിങ്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ ഐസ് ക്യൂബ്സ് ഇട്ട് തന്നെ നിങ്ങൾ അടിച്ചെടുക്കണം കേട്ടോ. അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടാമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ആക്കല്ലേ, പെട്ടെന്ന് ആയിക്കോട്ടെ. സേവ് ആക്കിക്കോ, ട്രൈ ആക്കിക്കോ. ടാറ്റാ ബൈ ബൈ.